ഉടമ മനാഫ് ഭീഷണിപ്പെടുത്തിയതായി തടിമിൽ ഉടമ പരാതിപ്പെടുന്നു. കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി കെ വി ശശിധരനാണ് പോലീസിനെ സമീപിച്ചത്. കള്ളക്കേസിലൂടെ തന്റെ മില്ല് തട്ടിയെടുക്കാൻ മനാഫ് ശ്രമിച്ചെന്നും കോടതിയെ സമീപിച്ചെന്നുമാണ് ശശിധരന്റെ പരാതി. കൊന്നുകളയുന്നുള്ള ഭീഷണി എടുത്തിട്ടുണ്ട്. അത് അച്ഛനെയും മകനെയും കൊന്നുകളയും. എൻ്റെ ഭാര്യ എന്തേലും മില്ലില് ഭാര്യനോട് കഴിച്ചുകൂട്ടി പറഞ്ഞ് ഭർത്താവിനെയും മകനെയും നിങ്ങൾ അധികം കാണില്ലിട്ടോ എന്ന് പറഞ്ഞു ഞാൻ കൊന്നുകളയും നടക്കണം. എന്നിട്ടാണ് ഞങ്ങൾ കസബ സ്റ്റേഷനിൽ പെൻഷൻ കൊടുത്തത്. കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചത് അവൻ്റെ ബാപ്പൻ്റെ മുതലായിട്ടാണ് കള്ളക്കേസ് കൊടുത്തത്. നാരകശ്ശേരിനോട് അവൻ്റെ ബാപ്പ വാക്കാൽ ഷെഡ് വാങ്ങി നിന്നിട്ടാണ് കേസ് കൊടുക്കുന്നത്. വാക്കാൽ പിന്നെ എല്ലാവരും വാക്കാൽ ഇങ്ങനെ ഷെഡ് കൊടുക്കുകയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. രജിസ്റ്റർ ഓഫീസ് കടക്കല്ല വാക്കാൽ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ റെക്കോർഡെല്ലാം നമ്മൾക്ക് ക്ലിയർ ആണ്. സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിട്ടോ മക്കളെ, പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് കിട്ടിയ ചാൻസ് ആണ്. അതായത് മനാഫിനെ പൂട്ടാൻ പറ്റിയ ചാൻസ് ആണിത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ശശിധരൻ വന്നിട്ടുണ്ട്. ശശിധരന്റെ മില്ല് തട്ടിയെടുക്കാൻ ശ്രമിച്ചു, കള്ളക്കേസിലൂടെ ഭീഷണിപ്പെടുത്തി. ഇനി നിന്നെ കാണൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികളാണ് ശശിധരനെ ചെയ്തിരിക്കുന്നത് മനാഫ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കിനി ആർക്കെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും പോയിട്ട് കേസ് ഫയൽ ചെയ്യുക. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെ വിവരം അറിയുക. ബാക്കിയെല്ലാം അവർ ചെയ്തോളും. മനാഫ് എന്നെ പണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു വേണമെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇനി അടുത്തത് മനാഫിനെതിരെ വരാൻ പോകുന്നത് മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് കേസായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കാൻ പറ്റിയൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാണല്ലോ. ആദ്യത്തെ ഒരു നാറ്റം അങ്ങ് നാറ്റിച്ച് കഴിഞ്ഞാൽ മനാഫ് ഒരു നല്ലവനല്ല. മനാഫ് എന്ന് പറയുന്ന നന്മ മരം അങ്ങനെ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ക്യാപ്ഷൻ എഴുതുകയും ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവരും പോയിട്ട് കേസ് കൊടുക്കുക. ഇപ്പോഴും മനാഫിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മനാഫ് കലാപം ആഹ്വാനം ചെയ്തു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്കിന് അർജുൻ്റെ കുടുംബത്തിനെ എറിഞ്ഞു കൊടുത്തു എന്നൊക്കെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട്. അല്ല, ഇനി എന്ത് പറയാനാണ് എന്ന് എനിക്കറിയില്ല. കാരണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത്രത്തോളം ഭീകരവാദിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. അതായത് ഇപ്പോഴീ ഇയാൾ പറയുന്നത് പോലെ ഇപ്പോൾ ഈ ശശിധരൻ എന്ന് പറയുന്നയാൾ കള്ളക്കേസിലൂടെ എൻ്റെ മില്ല് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. എൻ്റെ പൊന്നു ശശിയെ, ഇതിപ്പോഴാണോ താങ്കൾ പുറത്ത് കൊണ്ടുവരേണ്ടത്? ഈ 2-3 മാസം ഈ അർജുന് വേണ്ടിയിട്ട് അയാൾ തെരച്ചിൽ നടത്തുന്നില്ലായിരുന്നോ? ആ സമയത്ത് തന്നെ താങ്കൾക്ക് ഇത് കൊടുത്തുകൂടായിരുന്നോ? അതാ എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തവനാണ് അവിടെ കിടന്നിട്ട് തെരച്ചിൽ നടത്തുന്നത് എന്ന് എന്തുകൊണ്ടാണ് അന്നൊന്നും പറയാഞ്ഞത്? അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മനാഫിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ തേടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ. അവർക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് അവർക്ക് ഇനി എന്തെങ്കിലും മനാഫിനോട് ദേഷ്യമുണ്ടോ എന്തോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ശശിധരൻ കൊണ്ടുവന്ന മില്ലിൻ്റെ കേസ് എന്താണെന്ന്. അതായത് കേസും കാര്യങ്ങളും വഴക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇത് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് തട്ടിപ്പുകാരനാണ്, മനാഫ് കൊള്ളക്കാരനാണ്, വെട്ടിപ്പുകാരനാണ്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ 70 ദിവസം ആ മനുഷ്യൻ അവിടെ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? അതായത് ആർക്ക് വേണമെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. ഇനി അർജുൻ്റെ ബന്ധുക്കൾക്ക് വരെ പറയാം, ഇവൻ കള്ളനാണ്, ഇവൻ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൂടെ? ഈ 70 ദിവസം എന്തിനാണ് നിങ്ങൾ കാത്തിരുന്നത്? അതുപോലെ തന്നെ ഈ അർജുൻ്റെ സഹോദരൻ പറയുന്നത് പോലെ ഈ അവിടെ വെച്ചിട്ട് മൊബൈൽ എടുക്കലും ലൈവ് ഇടലും 600 പേര് കണ്ടു 700 പേര് കണ്ടു എന്നൊക്കെ പറയുന്നതും അന്ന് സംസാരിക്കണം. അന്ന് നിങ്ങൾ പറയണം, എന്തിനാണ് നിങ്ങൾ ഇവിടെ വെച്ച് ലൈവ് ഇടുന്നത്, എന്തിനാണ് നിങ്ങൾ ഇവിടെ വെച്ച് ചാനൽ ഓപ്പൺ ചെയ്യുന്നത് എന്നൊക്കെ അവിടെ നിന്ന് ചോദിക്കണമായിരുന്നു. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും വന്ന് ചോദിക്കുക ഇതൊരു ന്യായമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മനാഫിനെ പുറത്ത് വിടാതിരിക്കാൻ, അതായത് മനാഫ് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ജയിലും കോടതിയും ഇതൊക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിന് ഇവിടെ തന്നെ അത്യാവശ്യം കേസുകളായി, ഇനിയും ഒരു 3-4 കേസ് വരാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. പിന്നെ കർണാടകത്തിലെ കേസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് റിമാൻഡ് ചെയ്യുകയും ചെയ്യും, ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവിടെ അങ്ങനെയുള്ള കേസാണ് അവിടെ എടുക്കാൻ പോകുന്നത്. മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യ സ്നേഹി ഇനി ഒരിക്കലും പുറലോകം കാണില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് മാത്രം എനിക്കറിയുന്നില്ല. പൊതുജനങ്ങൾ കഴുതയാണോ? അതാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. നമ്മളൊക്കെ കഴുതകളാണോ? നമ്മളൊക്കെ ഈ ടി വിയിലും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും കണ്ട കാര്യങ്ങളൊന്നുമല്ലേ സത്യം? എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ മനാഫ് എന്ന് പറയുന്നത് ഒരു ഭീകരനാണ്, കള്ളക്കടത്തുകാരനാണ്, കള്ളക്കേസുകാരനാണ്, അതുപോലെ തന്നെ കള്ളനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ.
അയാൾ 10-72 ദിവസം ആ ഒരു ഷീരൂരിൽ കിടന്നത്, ആ വെയിലും പിന്നെ ഈ തണുപ്പും കൊണ്ട് അവിടെ കിടന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ആ മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ എന്തിനവിടെ പോയി കിടക്കുന്നേ? ആ മനുഷ്യൻ എന്താ ഈ ലോറി കിട്ടിയിട്ട് വല്ലതും അതിൻ്റെ അകത്ത് തടയാനുണ്ടോ? അല്ല ഈ ഇൻഷുറൻസ് കിട്ടിയിട്ട് എന്നാൽ അയാൾ കള്ളനും ഇതൊക്കെ ആണെങ്കിൽ തന്നെ അയാൾക്ക് ഇൻഷുറൻസ് എങ്ങനെയാണ് വീട്ടിൽ കൊണ്ട് കൊടുക്കൂലേ? അതായത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ലോറി കിട്ടണമെന്നോ ഡ്രൈവറെ കിട്ടണമെന്നോ ഒന്നുമില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിമായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മനാഫ് എന്ന് പറയുന്നവൻ അവിടെ പോയിട്ട് കൊള്ളരുതായ്മ കാണിച്ചോ, അതുപോലെ പണപ്പിരിവ് നടത്തിയോ, ഈ പണം പിരിച്ചോ എന്ന് പറയുന്നുണ്ട്. ഒരു തെളിവ് പോലും ആർക്കും കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരു തെളിവ് തരൂ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനാഫിനെ മനഃപൂർവ്വം ജയിലിലിടണം. അല്ല, ഇനി മനാഫ് ജയിലിൽ പോയി കിടക്കട്ടെ, അതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഇത്രയൊക്കെ ചെയ്തില്ല, ഇനി ഈ ദ്രോഹങ്ങൾക്കെല്ലാം മനാഫിനൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എല്ലാവരും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത് കേട്ടാ, നന്ദി എന്ന് പറയുന്ന ഒരു 2 അക്ഷരമുണ്ട്. അത് എല്ലാവർക്കും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം ഇത്രയും ഭയങ്കരമായിട്ട്, അതായത് ഇത്രമാത്രം മോശമാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പേരിലെന്ന് പറഞ്ഞാൽ കേസ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ വക കേസ് വന്നാലോ, നമ്മൾ മനാഫിനെ എന്നല്ല, നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ സത്യം വിളിച്ചു പറയും. അതായത് മനാഫ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും മനാഫിനെ അവിശ്വസിക്കാൻ കഴിയുന്നില്ല. മനാഫിൻ്റെ കൂടെയുള്ളവരായാലും അതുപോലെ മനാഫിനെ അറിയുന്നവരും ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനാഫ് ഇങ്ങനെയാണ്. അതായത് മനാഫ് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് തന്നെയാണ്. പിന്നെ ആർക്കാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് കളിക്കുന്ന നല്ലൊരു വിവാദം, അതായത് പിന്നെ എന്താ പറയുക, സംഘികളുണ്ടല്ലോ. അതായത് ഈ പിന്നെ മനാഫിനെ പണ്ട് മുതൽ ഇപ്പോഴും പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒരു ചാനലിൽ കണ്ടു, ഈ മനാഫ് എന്ന് പറയുന്ന നന്മമരം വീണു, ഇനി ആ നന്മമരം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവനൊന്നും ഷീരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ കണ്ടിട്ടില്ല. അവനൊന്നും അർജന്റിന് വേണ്ടിയിട്ട് വരെ ഒരു പോസ്റ്റ് വരെ തയ്യാറാക്കാത്തവനാണ് ഇപ്പോഴും എന്ന് പറയുന്നത് ഈ മനാഫ് എന്ന് പറയുന്ന വൻമരം വീണു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റങ്ങ് അടിച്ചു വിടുന്നത്. കാരണം എന്താ വെച്ചാൽ സംഖ്യകളാണ്, വേറെ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഈ സംഖ്യകൾ ഇതിൻ്റെ പുറകിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതായത് മനാഫ് എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ് ഇവരുടെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഈ ചുക്കാൻ പിടിക്കുന്ന നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കഴുതകളാണ്. അതായത് മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയെ നമ്മൾ അങ്ങനെ വിട്ടു കൊടുക്കരുത്. ഇപ്പോഴും മനാഫ് എല്ലാ കാര്യത്തിലും മാപ്പ് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് കേസ് കൊടുത്തത്? മനാഫ് പറഞ്ഞല്ലോ ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് കേസ് കൊടുത്തത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. ആ മാപ്പെങ്കിലും അംഗീകരിച്ചിട്ട് അവർക്ക് കേസ് പിൻവലിക്കാൻ പറ്റൂലേ? അല്ല, കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും മനാഫെ നിങ്ങൾ മാപ്പ് പറഞ്ഞു, ശരി, എന്നാലേ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അങ്ങനെ നിർത്തിക്കൂടെ? ഇപ്പം മനാഫ് പറഞ്ഞല്ലോ ഞാൻ നിർത്തി എന്ന് പറഞ്ഞില്ലേ. ഇപ്പോഴും മനാഫിനെതിരെ ഇങ്ങനെ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, FIRകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോഴും എപ്പോഴാണ് അറസ്റ്റ് എന്ന് പറയാൻ പറ്റൂല. ഒരു ഭയങ്കരമായൊരു സംഭവം തന്നെയാണ്. ഏതായാലും ദുഃഖകരമായൊരു സംഭവമാണ്. മലയാളികൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണിത്. വളരെ മോശമായി പോയി. ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാം വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തീവ്രമായ കുറച്ച് ആൾക്കാരുണ്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ സമയം പോലെ ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കേസിന് വേണ്ടിയിട്ട് ഓടി നടന്നോ. അതായത് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നേരെ വിട്ടോ. മനാഫിനെതിരെ ഇപ്പം കൊടുക്കാൻ പറ്റിയ സമയമാണ്. ബൈ ബൈ.